ഹലോ, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മുതിര വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മുതിരയാണ് ഇവിടെ അളന്നെടുത്തിട്ടുള്ളത്. ഇതിൽ കല്ലോ അതുപോലെ മറ്റ് അഴുക്കോ ഒന്നുമില്ലാത്ത മുതിരയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മുതിര ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. എണ്ണയൊന്നും ഒഴിക്കാതെ ചൂടായ പാനിലിട്ടിട്ട് ഇതുപോലെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 2-3 മിനിറ്റ് നേരം നമ്മളിങ്ങനെ ചൂടാക്കിയെടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മുതിരത്തോരൻ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനിയാണ് നമ്മളത് മുതിര ഒന്ന് കഴുകിയെടുക്കുന്നത്. കഴുകാനായിട്ട് ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ നമുക്കത് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുക്കറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് വെന്ത് വരിക. അപ്പം കുക്കറിലേക്ക് കഴുകി വെച്ച മുതിര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അതിന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് മുതിരയുടെ തൊട്ട് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇത് അടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരണമല്ലോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇത് വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് ഇതുപോലെ കീറിയിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ മൂടിയിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരെ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. ഇത് നമ്മൾ കുതിർത്തിട്ടില്ല, അതുകൊണ്ട് റോസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 6 വിസിൽ വരുന്ന വരെയാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ല പോലെ ഡ്രെയിനായിട്ട് വന്നിട്ടുണ്ട്, അടിയൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2-3 വെളുത്തുള്ളി ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ആണെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് ആ എണ്ണയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഈ സമയത്ത് ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. തോരനായതുകൊണ്ട് വലിയ എരിവൊന്നും വേണ്ട. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പൊടിയുടെ പച്ചമുളകൊന്ന് പോകാനായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഒന്ന് നെടുകെ കീറിയിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ആ പൊടികളുടെ കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതുപോലെ വഴന്ന് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച മുതിര അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. മുതിര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ആ മുതിര ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് നന്നായിരിക്കും. മുതിരയെല്ലാം ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി അത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി ഇതുപോലെ എടുക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല ഇതുപോലെ മുതിരത്തോരൻ ഉണ്ടാക്കിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നല്ലൊരു തോരനായിട്ട് വന്നിട്ടുണ്ട്, ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതലിട്ടാൽ തോരന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ മാത്രമല്ല, നമുക്ക് കാപ്പി കഴിക്കുമ്പോൾ വൈകിട്ടൊക്കെ ഇത് അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറന്നു പോകരുതേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.